സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസി സമൂഹം ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. നീണ്ട ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആത്മസംസ്കരണത്തിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധിയുടെ സന്തോഷ പെരുന്നാൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഒരു മാസക്കാലം നാം പ്രാർത്ഥനയിലായിരുന്നു, നിരന്തരമായ ഇബാദത്തുകളിലായിരുന്നു. അതിനുശേഷം നാം ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം, അതിലൊന്ന് ഈദുൽ ഫിത്റും ഒന്ന് ഈദുൽ അദ്ഹയുമാണ്. അത് ആഘോഷിക്കാനാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. കുടുംബ സന്ദർശനങ്ങൾക്കും അതുപോലെ തന്നെ സൗഹൃദ സന്ദർശനങ്ങൾക്കും പരസ്പരം ബന്ധം പുതുക്കുന്നതിനുമൊക്കെയുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഈദുൽ ഫിത്റിന്റെ വേളയിൽ രണ്ട് കുട്ടികൾ പാട്ടുപാടിക്കൊണ്ടേയിരിക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, മിസ്മാർ ശൈത്താൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലാണോ ഈ കുഴലൂത്ത് എന്ന് ചോദിക്കുമ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, ദാഹുമായ അബൂബക്കർ, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദൻ വ ഇന്ന ഈദനാ ഹാദൽ യൗം. ഓരോ ജനതക്കും അവരവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഉമ്മത്തിന്റെ ആഘോഷ സുദിനമാണ്. അവർ പാട്ടുപാടട്ടെ, അവർ സന്തോഷിക്കട്ടെ എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ അർത്ഥത്തിൽ ഇത് സന്തോഷിക്കാനുള്ള സന്ദർഭമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിനെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിലനിർത്തേണ്ട സന്ദർഭം കൂടിയാണ് ഈ ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. നാം നമസ്കാരത്തിൽ ചിട്ട പാലിച്ചവരാണ്, നമസ്കരിക്കുന്നവരാണ്. അതേസമയം നമസ്കാരത്തിന്റെ ചിട്ട പലപ്പോഴും നമുക്ക് പാലിക്കാൻ കഴിയാതെ പോകാറുള്ളവരാണ്. പക്ഷേ ഈ റമദാൻ നാം നമസ്കാരത്തെ ചിട്ടപ്പെടുത്തിയവരാണ്, ജമാഅത്തിൽ കണിശത പാലിച്ചവരാണ്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ നമസ്കാരം നിർവഹിച്ചിരുന്ന ആളുകളാണ്. വിശുദ്ധ റമദാനിന് ശേഷവും നാം എന്താണോ റമദാനിൽ ആർജിച്ചിരിക്കുന്ന ഈ ക്വാളിറ്റീസ്, അത് വിശുദ്ധ റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനുമായി നാം വല്ലാതെ ബന്ധപ്പെട്ട മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. കാരണം ഷഹ്റു റമദാൻ എന്ന് പറയുന്നത് ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ കൂടി മാസമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഈ റമദാനിന് ശേഷവും നമ്മൾ തുടരേണ്ടതാണ്. അതൊരു പാരായണ ബന്ധമല്ല ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് അറിവുണ്ടായിരിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്ന ഒരു വേദഗ്രന്ഥമല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. ഖുർആൻ തന്നെ ഖുർആനെ കുറിച്ച് പറയുന്നത് ആ അർത്ഥത്തിലാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, ഇന്ന ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ ഫുർഖാനാണ്, വിശുദ്ധ ഖുർആൻ നൂറാണ്, വിശുദ്ധ ഖുർആൻ ഹിദായത്താണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഹിദായത്തായിട്ട് വിശുദ്ധ ഖുർആൻ മാറണം, എന്റെ ജീവിതത്തിലെ നൂറായിട്ട് വിശുദ്ധ ഖുർആൻ മാറണം, എന്റെ ജീവിതത്തിലെ ഫുർഖാനായിട്ട് വിശുദ്ധ ഖുർആൻ മാറണം. ആ അർത്ഥത്തിൽ റമദാനിന് ശേഷം നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമീപനങ്ങളിൽ മാറ്റമുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തുടർ ജീവിതം വളരെ പ്രധാനമാണ്. ആ തുടർ ജീവിതത്തിൽ നാം ജാഗ്രത പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ആഘോഷിക്കേണ്ട സന്ദർഭമാണ്. ആ ആഘോഷത്തിന്റെ പരിധികളും അതിരുകളും പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സമകാലിക കേരളത്തിൽ നമ്മളേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഇപ്പോൾ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന അപകടകരമായ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചാണ്. അത് കൗമാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചർച്ച വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കൗമാരത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കേണ്ടുന്ന ഒരു ചർച്ചയല്ല അത് യാദൃച്ഛികമായി രൂപപ്പെടുന്ന ഒന്നുമല്ല. അത് നിയമം കൊണ്ട് നമുക്ക് ഏതാണ്ട് തീർത്ത് കളയാം എന്ന് നമുക്ക് തീരുമാനിച്ച് കളയാവുന്നതുമല്ല. അത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തെക്കുറിച്ചുള്ള മതരഹിതമായ കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ജീവിതത്തെക്കുറിച്ചുള്ള മൂല്യരഹിതമായ കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ലോകത്ത് പലയിടത്ത് ആധിപത്യം നേടിയ, സ്വാധീനം ചെലുത്തിയ സംസ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭൗതിക ദർശനങ്ങളെയും നമ്മുടെ രാജ്യത്തെ മതദർശനങ്ങളെയും നമ്മുടെ രാജ്യത്തെ മൂല്യസങ്കല്പത്തെയും അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാമൂഹ്യ സാഹചര്യത്തിലേക്കും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം അതിനെ ചികിത്സിക്കുന്നിടത്ത് നിയമത്തിന്റെയോ ബോധവൽക്കരണത്തിന്റെയോ കൂട്ടക്കരച്ചിലിന്റെയോ ഭാഷ സ്വീകരിക്കുന്നതിന് അർത്ഥമില്ല. അതിലേതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിനെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്യുന്നത് കൊണ്ടും അർത്ഥമില്ല. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള പുനരാലോചന നമുക്ക് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. നമ്മുടെ വിശ്വാസ സങ്കല്പം പോലും നിങ്ങൾക്കറിയാം, ആചാരപരമായ സ്വഭാവത്തിൽ, അനുഷ്ഠാനപരമായ സ്വഭാവത്തിൽ പരിമിതപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ മുമ്പത്തേക്കാൾ ഉപരി ആരാധനാരംഗത്ത് നിഷ്ഠ പുലർത്തുന്നവരാണ്. നമ്മുടെ മസ്ജിദുകൾ ആരാധനാരംഗത്ത് കൂടുതൽ ജാഗ്രത പുലർത്തുന്നതാണ്. നമ്മുടെ പള്ളി നിറയെ ആളുകളാണ്. എന്നിട്ടും എന്ത് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തെ സ്വാധീനിക്കാത്ത ആചാര മതങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആരാധനകൾ ചടങ്ങുകളായി മാറുകയാണ്. പലപ്പോഴും ആത്മീയോത്സവങ്ങളാണ് ആത്മീയതയുടെ പേരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതത്തിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ജീവിത നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിച്ചു നോക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കൈവെക്കേണ്ടത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. എല്ലാ ആഘോഷങ്ങളുടെയും പാറ്റേൺ ഇന്ന് ഒരേ സ്വഭാവത്തോടു കൂടിയുള്ളതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളൊരു ഘോഷയാത്ര കാണുന്നുണ്ടെന്ന് നോക്കുക. ആ ഘോഷയാത്ര എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് പൂരമാണോ? അതല്ല. ആ ഘോഷയാത്ര നേർച്ചയാണോ? അതല്ല. ആ ഘോഷയാത്ര എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ സംഘടനാ റാലിയാണോ? നമുക്ക് പറയുക സാധ്യമല്ല. വിവാഹാഘോഷങ്ങളിലൂടെ, ചന്ദനക്കുടങ്ങളിലൂടെ, നേർച്ചകളിലൂടെ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ആത്മീയവും രാഷ്ട്രീയവും സംഘടനാപരവും ഒക്കെയായ ആഘോഷങ്ങളിലൂടെ നമ്മുടെയും ജീവിതത്തെ, അത്തരത്തിലുള്ളൊരു ലിബറൽ സംസ്കാരം നമ്മുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരേ താളലയമാണ് ജീവിതത്തിന്റെ ഉത്സവങ്ങൾക്കുള്ളത്. ഒരേ താളലയമാണ് ജീവിതത്തിന്റെ ആഘോഷങ്ങൾക്കുള്ളത്. ഇത്തരത്തിലുള്ള താളലയം രൂപപ്പെടുത്തിയെടുത്തെടുത്ത് അതിന്റെ പിന്നിൽ ലഹരി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ കൗമാരം എന്ന് പറയുമ്പോൾ കൗമാരവും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത് ഒരു സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന, സാമൂഹ്യ ചട്ടക്കൂടിനകത്ത് നിലനിൽക്കുന്ന സംസ്കാരത്തിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ കൗമാരവും മുക്തമല്ല എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപകടം അറിഞ്ഞതുകൊണ്ടല്ല പലപ്പോഴും നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് വീണുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തിയറിയാണ് മൈ ബോഡി മൈ ചോയ്സ് എന്നൊരു വിഭാഗം മനസ്സിലാക്കുമ്പോൾ, മൈ ബോഡി മൈ റൈറ്റ്സ്, എന്റെ ശരീരം അതുപോലെ തന്നെ എന്റെ അവകാശം എന്നവൻ മനസ്സിലാക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ നിന്ന്, വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടിയിരുന്ന മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ തന്നെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായ പരിണിതിയാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകേണ്ടതാണ്. വിദ്യാലയമുറ്റത്തേക്ക് കയറുന്ന കുട്ടിയെ കാത്തിരിക്കുന്ന കവാടത്തിനകത്തുള്ള ബോർഡിൽ അവൻ കാണുന്ന ചിത്രം ഒരാണും ഒരു പെണ്ണും നഗ്നമായി പരസ്പരം ഇണചേരുന്ന ചിത്രമാണ്. അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ നാണം തോന്നുന്നുണ്ടല്ലേ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടായത് എന്ന്. എഴുതി വെക്കേണ്ടതെന്താണ്? പ്രദർശിപ്പിക്കേണ്ടതെന്താണ്? കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്താണ്? കുട്ടികൾക്ക് ലൈംഗിക എഡ്യൂക്കേഷൻ തന്നെ നൽകേണ്ട രീതി എന്താണ്? ഇതിനെക്കുറിച്ച് പിടിപാടില്ലാത്ത, എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളും അതുപോലെ തന്നെ അതിർത്തികളും ഭേദിച്ച, എന്തും തിന്നാനും എന്തും കുടിക്കാനും എന്തും ചെയ്യാനും എങ്ങനെയും ജീവിതത്തെ ഉല്ലാസപ്രദമാക്കുവാനുമുള്ള മാർഗദർശനമാണ് പുതിയ ലിബറൽ സംസ്കാരം
സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലഹരി എന്ന് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ പോരാ, കഞ്ചാവല്ല, അതുപോലെ തന്നെ മദ്യമല്ല, കുട്ടികൾ ശുദ്ധ കെമിക്കൽസിനാണ് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അവരുടെ ജീവിതത്തെ തന്നെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. പ്രൈമറി തലം വരെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ കരങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ എറണാകുളത്ത് ഏതാണ്ട് ഹൗസ്ഫുള്ളാണ്. അവിടെ യഥാർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഹൗസ്ഫുള്ളായത് മുതിർന്നവരെ കൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 10-നും 15-നും വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ മാത്രമല്ല ഇന്നത് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. പെൺകുട്ടികളും ലഹരി ഉപയോഗത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൂടെ പഠിക്കുന്ന കുട്ടികളെ തല്ലിക്കൊല്ലാൻ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരനെ തല്ലിക്കൊല്ലുന്ന വിദ്യാർത്ഥിയെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ കൂടപ്പിറപ്പുകളെ യഥാർത്ഥത്തിൽ തലയെറുക്കുന്ന മക്കളെ നമുക്ക് കാണേണ്ടി വരുന്നത്. അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന യുവാവിനെ നമുക്ക് പത്രകോളങ്ങളിൽ വായിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം അഥവാ അത്തരത്തിൽ നമ്മുടെ തലമുറക്ക് വഴിവിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് നമ്മുടെ ജീവിത കാഴ്ചപ്പാടിന് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് ഫ്രഷേഴ്സ് ഡേ, അതല്ലെങ്കിൽ ഫെയർവെൽ പാർട്ടി, അതല്ലെങ്കിൽ ആർട്സ് ഡേ, അല്ലെങ്കിൽ സ്പോർട്സ് ഡേ, അതുമല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, എല്ലാ ആഘോഷങ്ങളും ഇന്ന് വിപണി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെയെല്ലാം യഥാർത്ഥത്തിൽ കളർഫുള്ളാക്കുന്നത്, ഇതിനകത്തെല്ലാം ചേരുവയായിട്ട് വർത്തിക്കുന്നത് DJ പാർട്ടികളാണ്. അതിന് കൊഴുപ്പേകുന്നതാകട്ടെ NDMA ഉൾപ്പെടെയുള്ള അത്യന്തം അപകടകരമായ ലഹരി പദാർത്ഥങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളാണ്. കൊച്ചുകുട്ടികളുടെ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന പിഞ്ചു മനസ്സാണ് അവരുടെ വിളനിലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അവർ വിത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിൽ വിശുദ്ധ റമദാനിൽ നിന്ന് നമ്മൾ വിടവാങ്ങുമ്പോ നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുട്ടികളെ, അതുപോലെ തന്നെ നമ്മുടെ തെരുവുകളെ, നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ ആർജിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരാത്മീയ ഉത്സവമല്ല, നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെടുത്താനുള്ളതാണ്. യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതിനർത്ഥം അള്ളാഹുവിന് പൂർണ്ണമായിട്ടും വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖാല ഫബിമാ അവൈതനി ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം ഫലാ തജിദു അക്സറുഹും ശാകിരീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന് ചുറ്റും തീർത്ത പൈശാചിക വലയത്തെക്കുറിച്ച്, പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുന്ന ഘട്ടത്തിൽ പിശാച് അല്ലാഹുവിനോട് പറയുന്ന ഒരു വെല്ലുവിളിയാണ്, ഞാൻ നിന്റെ അടിയാറുകളിലേക്ക് ഞാൻ മുമ്പിലൂടെ ചെല്ലും, ഞാൻ നിന്റെ അടിയാറുകളിലേക്ക് അവന്റെ പിന്നിലൂടെ ചെല്ലും, ഞാൻ നിന്റെ അടിയാറുകളിലേക്ക് അവന്റെ വലതുഭാഗത്തു കൂടി ചെല്ലും, ഞാൻ നിന്റെ അടിയാറുകളിലേക്ക് അവന്റെ ഇടതുഭാഗത്തുകൂടെ ചെല്ലും എന്ന് പറയുന്നുണ്ട്. അഥവാ ചുറ്റും പൈശാചികമായ വലയങ്ങൾ തീർക്കപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിനകത്ത് അള്ളാഹുവിന്റെ അടിയാറുകളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലിബറൽ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ പെടാതെ അവന് കരയണയാനുള്ള തുഴയാണ്, നൗകയാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ അവൻ വിശ്വാസത്തിലൂടെ ചേർത്ത് നിർത്തിയത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറയുന്നത്, ഇത്തരമൊരു സാഹചര്യത്തിൽ മക്കളെ ചേർത്ത് നിർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് നിർത്തിയതുപോലെ സമയം നൽകണം, സംസാരിക്കണം, അതുപോലെ തന്നെ അവരെ കേൾക്കണം, അവരോട് കൂടിയാലോചിക്കണം, അതോടൊപ്പം തന്നെ അവരെ കൂടെ കൂട്ടണം, അതോടൊപ്പം തന്നെ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും അഭിനന്ദിക്കാനും ശാസിക്കാനും സ്നേഹിക്കാനും നമ്മുടെ സ്നേഹം അവരെ അറിയിക്കാനും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതാണ്. രണ്ടാമത്, ഈ റമദാനുമായി ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിതരായ ജനവിഭാഗത്തോട് നാം ഐക്യപ്പെടുക എന്നുള്ളതാണ്. ഐക്യപ്പെടുക എന്ന് പറയുമ്പോ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ അറിയണം, ഇന്ന് UP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനകത്ത് സമ്പൽ ഷാഹി മസ്ജിദിന്റെ പരിസരത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾക്ക് അവന്റെ വീട്ടിന്റെ മുകളിൽ പോലും സ്വന്തമായി നമസ്കരിക്കാൻ ആ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടില്ല എന്ന കാര്യം, ആ അർത്ഥത്തിൽ നമസ്കരിക്കാനുള്ള
അനുവാദം നിഷേധിക്കപ്പെട്ട സ്വഭാവത്തിലാണ് അവരുള്ളത്. മാത്രമല്ല വിട്ടുപടിക്കൽ, അതുപോലെ തന്നെ റോഡിന്റെ തെരുവോരത്ത് സാധാരണഗതിയിൽ ഉത്തർപ്രദേശുകളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ പള്ളി കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് പുറത്ത് റോഡ് സൈഡിലും മറ്റുമൊക്കെ മുസല്ല വെച്ചിട്ട് നമസ്കരിക്കും. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് നേരെ കേസെടുക്കുമെന്ന് മാത്രമല്ല പാസ്പോർട്ട് കട്ട് ചെയ്യും, ലൈസൻസ് കട്ട് ചെയ്യും എന്നാണ് അവിടെയുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മാംസാഹാരവും അതുപോലെ തന്നെ മത്സ്യാഹാരവും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എവിടെയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വതന്ത്ര ഇന്ത്യയിലാണ് ഏറ്റവും അക്രമാസക്തമായി ഹോളി ആഘോഷിക്കുവാനും ഏറ്റവും അക്രമാസക്തമായി അതുപോലെ തന്നെ മത ആഘോഷങ്ങൾക്ക് ഭരണകൂടം തന്നെ നേതൃത്വം നൽകുകയും മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനകൾക്കും ആഘോഷങ്ങൾക്കും ഒരർത്ഥത്തിലും ഇടം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. 500-ലേറെ വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ സമ്പൽ ഷാഹി മസ്ജിദിന് നേരെ കയ്യേറ്റം നടക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഹോളി ആഘോഷത്തിന്റെ ഘട്ടത്തിൽ മസ്ജിദുകൾക്ക് മേൽ പ്ലാസ്റ്റിക് ഷീറ്റ് തുന്നിക്കെട്ടിയത് അവിടെയാണ്. അതേപോലെ തന്നെ ഗ്യാൻവാപ്പി മസ്ജിദിനകത്ത് പൂജ ആരംഭിച്ചത് അവിടെയാണ്. നാം ബഹുസ്വര സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ ജനതക്കും പെരുന്നാളുണ്ട്. അരക്ഷിതമായ സാമൂഹിക ക്രമത്തിനകത്ത് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പെരുന്നാൾ, അവരോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഈ പെരുന്നാൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് വംശീയ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് കയ്യേറാനുള്ള ഗവൺമെന്റിന്റെ നീക്കം എന്ന് പറയുന്നത്. ഇതും നമ്മെ സംബന്ധിച്ചിടത്തോളം ലാഘവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമല്ല. രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും ഭരണഘടനാപരമായ തത്വങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് വഖഫ് ഭൂമിക്ക് മേൽ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ജനതയുടെ വിശ്വാസമാണ്, അതൊരു ജനതയുടെ വിയർപ്പാണ്. അതുപോലെ തന്നെ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഒരു ജനതയുടെ അനുഷ്ഠാനമാണ്, ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ്. പലപ്പോഴും പറഞ്ഞു കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് ആരുടെയോ ഭൂമി കയ്യേറിയതാണ് വഖഫ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഒരു മൂല്യമാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദൈവാരാധനക്ക് വേണ്ടി, അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്ക് വേണ്ടി വരെ അവരുടെ ജീവിതത്തിന്റെയും ജീവന്റെയും നിലനിൽപ്പിന് വേണ്ടി വരെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ച ഏറ്റവും വലിയ ദൈവത്തിന്റെ മാർഗത്തിലുള്ള ഇഷ്ടദാനമാണ് വഖഫ് എന്ന് പറയുന്നത്. ഓരോ വിഭാഗത്തിനും അവരവരുടേതായ സ്വകാര്യ നിയമങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കീഴിൽ കോടിക്കണക്കിന് രൂപ വരുന്ന സാധാരണക്കാരായ ആളുകൾക്കും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും ഉപകരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടി നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് നേരെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള കയ്യേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, JPC എന്ന് പറയുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചുവെങ്കിൽ പോലും ആ കമ്മിറ്റിക്ക് മുമ്പിൽ പ്രതിപക്ഷം ഉൾപ്പെടെ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ വളരെ ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള ശക്തമായ അവരുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചതാണ്. അത് പ്രകടിപ്പിച്ചതിന് ശേഷവും അതുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ശക്തമായ നീക്കം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. റമദാനിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മുസ്ലിം സമൂഹം തെരുവിലാണ്. ജന്തർ മന്ദറിൽ, അതുപോലെ തന്നെ പാറ്റ്നയിൽ, അതുപോലെ തന്നെ വിജയവാഡയിലെല്ലാം അവരുടെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ റമദാനിൽ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രധാന പട്ടണങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത എന്ന അർത്ഥത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ നമ്മുടെ പ്രതിഷേധം കൂടി അറിയിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഇതിലെല്ലാം കൃത്യമായ വംശീയത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കൃത്യമായ വംശീയ അജണ്ടയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെയ്റ്റ് സ്പീച്ച് അതിന്റെ ഭാഗമാണ്, ഇസ്ലാമോഫോബിയ അതിന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്, ഇത്തരം ഒരു ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. ജനങ്ങളോട് സംസാരിക്കണം, അവരോട് സംവദിക്കണം, അവരെ ചേർത്ത് നിർത്തണം. ജനങ്ങളെ വംശീയതയിലേക്ക് തള്ളിവിടാനുള്ള എല്ലാ തലങ്ങളെയും ചെറുക്കാൻ നമുക്ക് കഴിയണം. ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും സുന്ദരമായ ഒരു തലം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച ആഘോഷങ്ങൾ വൈകാരിക പ്രകടനത്തിനുള്ളതല്ല, ആഘോഷങ്ങൾ പരസ്പരം സംഘർഷപ്പെടാനുള്ളതല്ല. നമുക്കപ്പുറത്ത് ഹോളി ആഘോഷം സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ
നമ്മുടെ കേരളത്തിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കുള്ള ആഘോഷങ്ങൾക്ക് അവരുടേതായ മതവും അവരുടേതായ ദർശനങ്ങളും ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും പരസ്പരം അറിയാനുള്ളതും അടുക്കാനുള്ളതും സൗഹൃദം പങ്കുവെക്കാനുള്ളതും ഒരുമിച്ച് ആശയവിനിമയം നടത്താനുമുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വംശീയതയുടെ വിത്തുവാകുന്ന ഭരണകൂട അജണ്ടകളെ പരാജയപ്പെടുത്തുന്ന സ്വഭാവത്തോടുകൂടിയുള്ള സാമൂഹ്യ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാനുള്ള ആത്മാർത്ഥമായ ഇനീഷ്യേറ്റീവ് ഞാൻ പറയുക ഇത്തരം ഈദുൽ ഫിത്തറിന്റെ സന്ദർഭത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. അതിനപ്പുറത്ത് അതിനെ ചെറുക്കാനുള്ള ശക്തമായ ജനാധിപത്യപരമായ നീക്കങ്ങൾ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെ യഥാർത്ഥത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ ജനകീയമായ മുഖം എന്ന് പറയുന്നത് തെരുവ് കൂടിയാണ്. ആ അർത്ഥത്തിൽ തെരുവിൽ നിലയുറപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള കാലത്ത് സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വഴിയിലുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ ഇത്തരം വംശീയതയെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് സമകാലിക ഇന്ത്യൻ സാഹചര്യം നമുക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം ഒരു ഘട്ടത്തിൽ നാം വിട്ടുപോകാതെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഗസയിലെ ഫലസ്തീനിലെ പോരാളികളാണ്. ഗസ നമ്മുടെ നോവാൻ, ഫലസ്തീൻ നമ്മുടെ നോവാൻ. അതുപോലെ തന്നെ പൊരുതുന്ന ജനതയുടെ വറ്റാത്ത പ്രചോദനമാണ്. ആകാശം മേൽക്കൂരയാക്കിയവർ മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ടൺ കണക്കിന് മാലിന്യങ്ങൾക്ക് മുകളിലാണ് അവർ അവരുടെ ജീവിതത്തെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പള്ളിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടാവശിഷ്ടങ്ങളിലാണ് അവരുടെ പള്ളിയുള്ളത്. അവർക്ക് വീടില്ല. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് അവരുടെ വീടെന്ന് പറയുന്നത്. ഒരു കൊല്ലത്തിനകത്ത് ഈ രാജ്യത്ത് അഥവാ സ്വന്തം പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുന്ന ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തിനകത്ത് അവിടെ കൊന്നൊടുക്കിയത് ഏതാണ്ട് 50-60 ലക്ഷം ആളുകളാണ്. നാം മനസ്സിലാക്കേണ്ടത് നിരപരാധികളായ മനുഷ്യർ യഥാർത്ഥത്തിൽ പോരാളികളോടല്ല പൊരുതുന്നത്, സിവിലിയന്മാരോടാണ് പൊരുതുന്നത്, കൊച്ചുകുട്ടികളോടാണ് പൊരുതുന്നത്. ഏറ്റവും അവസാനം വെടിനിർത്തലിന് ശേഷവും അവർ അത് ലംഘിക്കുമെന്നറിയാം. വെടിനിർത്തലിന് ശേഷം ഒരത്താഴത്തിന്റെ സമയത്താണ് അവർ വീണ്ടും വെടിയാരംഭിച്ചത്, അഥവാ ശക്തമായ തീ ബോംബിംഗ് അവർ ആരംഭിച്ചത്. ഭക്ഷണം നിഷേധിക്കപ്പെട്ട, വെള്ളം നിഷേധിക്കപ്പെട്ട, അവശ്യ മരുന്നുകൾ നിഷേധിക്കപ്പെട്ട, പ്രാഥമികമായ ആവശ്യങ്ങൾ ഒരു സമൂഹത്തിന് ഒന്നാകെ റദ്ദു ചെയ്യപ്പെട്ട ഒരവസ്ഥയാണ് ഗസ എന്ന് നമുക്കറിയാം. 20 കിലോമീറ്റർ നീളവും 40 കിലോമീറ്റർ വീതിയുമുള്ള സമുദ്രത്തിനകത്ത് നിന്നും ആകാശത്ത് നിന്നും ഭൂമിക്കകത്ത് നിന്നും ചുറ്റുപാട് നിന്നും ഉപരോധിക്കപ്പെട്ട ഒരു തുറന്ന ജയിലിലേക്കാണ് സഖ്യകക്ഷികളും അതുപോലെ തന്നെ സയനിസ്റ്റുകളും ഇന്ന് ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ്. ഒരു ജനതയുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അവിടെ ട്രംപ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ടൂറിസ്റ്റ് കാര്യാലയമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന വിശാലമായ ഇസ്രായേൽ രാജ്യമാണ്. ഓരോ രാജ്യവും ഈ രാജ്യത്തിന്റെ ഭൂപടത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ഭൂപടത്ത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ആ ജനതയെ സംബന്ധിച്ചിടത്തോളം കാലത്ത് സാക്ഷി നിർത്തി നമുക്ക് പറയാൻ കഴിയും, ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണ് ആ അർത്ഥത്തിൽ തട്ടിയെടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന്. കാരണം 23 ലക്ഷം ജനങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10-40,000 വരുന്ന പോരാളികൾ അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ജനവിഭാഗത്തെ വിലക്കെടുക്കാൻ ഒരുപക്ഷെ സാമ്രാജ്യത്വത്തിന്, സയനിസത്തിന് ലോകത്ത് ഒരുപാട് ശക്തികളെ വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. മതങ്ങളെ വിലക്കെടുക്കുന്നുണ്ട്, മതപണ്ഡിതന്മാരെ വിലക്കെടുക്കുന്നുണ്ട്, രാജാക്കന്മാരെ വിലക്കെടുക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം പിറന്ന മണ്ണിന് വേണ്ടി ഒരുപാട് രക്തസാക്ഷികളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ, സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഫലസ്തീൻ മണ്ണ് വിലക്കെടുക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന ചരിത്ര വസ്തുതയിൽ നിന്ന് വേണം ഫലസ്തീനിനെ സമീപിക്കാൻ എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബി അംരില്ലാഹ്. എന്റെ ഉമ്മത്തിൽ ഒരു ജനവിഭാഗമുണ്ട്, അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ലാ യളുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അവർക്കൊരു ഉപദ്രവവും വരുത്താൻ അവരുടെ കൂടെയുള്ള ആളുകൾ അവരെ കൈയൊടിഞ്ഞാലും അതുപോലെ തന്നെ ലോകം മുഴുവൻ അവരെ ഒന്നിച്ചെതിർത്താലും അവർക്കൊരു ഉപദ്രവവും വരുത്താൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനം വരെ അതവരെ തുടരും എന്നും പ്രവാചകൻ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഫഖാല, അള്ളാഹുവിന്റെ
മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ ജനവിഭാഗം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുപോൽ ഹും ഫിൽ ബൈത്തുൽ മുഖദ്ദസ്, അവർ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തുള്ളവരാണ് എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ജനതയോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. ആ ജനതയോട് നാം ഐക്യദാർഢ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട്, അതുപോലെ തന്നെ ആ ജനതയുടെ പോരാട്ടത്തെ പിന്തുണക്കാവുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ കൊണ്ട് ആ ജനതയോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ ഇന്ന് വളരെ ഹാപ്പിയാണ്, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെയൊക്കെ കൊച്ചുകുട്ടികൾ മൈലാഞ്ചി അണിഞ്ഞ് പുതുവസ്ത്രമണിഞ്ഞ് നമ്മുടെ കയ്യുടെ തടത്തേക്ക് ഓടി വരുമ്പോൾ നമുക്ക് ഗസയിൽ കാണാൻ കഴിഞ്ഞത് നിരത്തിക്കെടുത്തിയിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ജനാസയാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ കയ്യിൽ മൈലാഞ്ചി അണിയുമ്പോൾ രക്തത്തിൽ പൊതിഞ്ഞ പിഞ്ചു ബാലികാബാലന്മാരെയാണ് ഫലസ്തീനിന്റെ ഗസയുടെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പുഞ്ചിരി മാഞ്ഞുപോയ കൊച്ചുകുട്ടികൾ അവർ ഓടുന്നത് ഭക്ഷണത്തിനാണ്, വെള്ളത്തിനാണ്. ഞാൻ ഇന്നലെ രാവിലെ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളിരുന്ന് ഒരു ചെറിയ കുപ്പി വെള്ളം കൊച്ചുകുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ പാല് കൊടുക്കുന്ന കുപ്പിപ്പാല് കൊടുക്കുന്ന ഒരു കുപ്പിയിൽ ഒരു വെള്ളം പോലുമില്ല. മാറി മാറി അതിന്റെ കണ്ണ് അവർ വായിൽ വെച്ച് നുണയുന്ന കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഗസയിലെ പെരുന്നാൾ, അതാണ് ഗസയിലെ നോമ്പ് എന്ന് പറയുന്നത്. അവർക്ക് പെരുന്നാളിന്റെ ഉടുപ്പല്ല, അവർ കഫപ്പുടവയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ഈദ്ഗാഹ് കണ്ടു. ആ ഈദ്ഗാഹ് ഗസയിൽ നടന്ന ഈദ്ഗാഹാണ്. ഇതുപോലെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തല്ല ഈദ്ഗാഹ് നടക്കുന്നത്. ഒരുപാട് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലാണ് ആ ഈദ്ഗാഹ് നടക്കുന്നത്. ആ കെട്ടിടങ്ങൾക്കിടയിൽ അവർ ഓരോരുത്തരായി വന്ന് അവരുടെ കയ്യിലുള്ള തുണിയോ അവരുടെ കയ്യിലുള്ള മുസല്ലയോ വീച്ച് അവർ നമസ്കാരം ആരംഭിക്കുകയാണ്. ആ നമസ്കാരം ആരംഭിച്ച അവർ ഭംഗിയായി നമസ്കരിച്ച് പിരിഞ്ഞു പോകുന്നു. പക്ഷേ നമ്മൾ അറിയണം, ഇന്നലെ ഈദുൽ ഫിത്തറിന്റെ ഘട്ടത്തിൽ പോലും അവിടെ ഇസ്രായേൽ തീ ബോംബ് വർഷിച്ചോ. അതിനകത്ത് 4 കുട്ടികൾ ഇന്നലെയും ഷഹീദായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ ലോകം ഒരു നാൾ അതിന് മറുപടി പറയേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഈ കൊച്ചുകുട്ടികൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് നാളെ നാഥന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ഒരൊറ്റ കൊല്ലത്തിനിടക്ക് 17 മാസത്തിനിടക്ക് 17,000 കുട്ടികളാണ് ഗസയിൽ കൊല ചെയ്യപ്പെട്ടത് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ കുട്ടികളെ തലോടാൻ, അവർക്കൊരു ചുടുചുംബനം കൊടുക്കാൻ, അതുപോലെ തന്നെ അവരെ ചേർത്ത് നിർത്താൻ, അവരെ നന്നായിട്ട് അവരുടെ മുടിയൊതുക്കിയിട്ട് അവർക്ക് നല്ല വസ്ത്രം നൽകി അവരെ ഈദ്ഗാഹിലേക്ക് പറഞ്ഞുവിടാൻ പോലും ആളില്ലാത്ത അനാഥ മക്കളാണ് ഇന്ന് ഗസയിലുള്ളത്. അതുപോലെ തന്നെ മക്കളില്ലാത്ത മാതാപിതാക്കളാണ് ഇന്ന് ഗസയിലുള്ളത്. പക്ഷേ നമുക്ക് ഇപ്പോഴും അവിടെ കാണാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ചിരിക്കുന്ന മുഖം ഈ യുദ്ധഭൂമി എന്ന് പറയുന്നത് തെറ്റാണ്. വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന, ഏകപക്ഷീയമായ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണാണ് ഗസ. ആ ഒരു ഭൂമിയിൽ നമ്മൾ ചെന്നാലും എല്ലാ നഷ്ടത്തിനിടയിലും നല്ല വസ്ത്രമില്ലാതെ, നല്ല ഭക്ഷണമില്ലാതെ, പാത്രവുമായി ക്യൂവിൽ നിൽക്കുന്ന ഘട്ടത്തിലും അവരുടെ മുഖത്ത് കാണുന്ന ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ അത്ഭുതപ്പെടുന്നതാണ്. അവർ ഇന്നലെ ഈദുൽ ഫിത്തർ അവർ ആഘോഷിച്ചോ, അവർ പാട്ടുപാടി, അവർ അവരുടെ മുഖം നിറയുന്ന പുഞ്ചിരിയോടുകൂടി അവർ ലോകത്തെ കണ്ടോ. നമ്മൾ മനസ്സിലാക്കണം, അപ്പോഴും അവർക്ക് മേൽ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് സംശയമില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞങ്ങളുടെ ഖുദ്സ് പുലരുമെന്ന കാര്യത്തിൽ, ബൈത്തുൽ മുഖദ്ദിസ് മോചിതമാകുമെന്ന കാര്യത്തിൽ, ഞങ്ങളുടെ മണ്ണ് സ്വതന്ത്രമാകുമെന്ന കാര്യത്തിൽ ലോകത്താർക്കെങ്കിലും സംശയമുണ്ട് എങ്കിലും നിങ്ങൾ ഫലസ്തീനിലെ ഒരു ബാലനോട് ചോദിച്ചാൽ, ഫലസ്തീനിലെ പ്രായമായ ഒരാളോട് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മോചനത്തെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഹിജ്റ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അതെ ഞങ്ങൾ ഹിജ്റ പോകും, ബൈത്തുൽ മുഖദ്ദസിലേക്കല്ലാതെ ഞങ്ങൾ ഹിജ്റ പോവുകയില്ല എന്നവർ പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെയുള്ള സ്ത്രീകൾ ഇന്ന് ഗർഭം ധരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏതോ കരിയർ സ്വപ്നത്തിന്റെ പേരിൽ തങ്ങളുടെ കുട്ടികളെ എവിടെ എത്തിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അവർ ഗർഭം ധരിക്കുന്നത്, അവർ പ്രസവിക്കുന്നത്, അവർ മുലയൂട്ടുന്നത്, അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. ഏറ്റവും അവസാനം വലിയ കുട്ടികളായതിനു ശേഷം അവർക്ക് നല്ല പുതുവസ്ത്രം അണിഞ്ഞ് അവരുടെ നെറ്റിയിൽ ചുടുചുംബനം കൊടുത്ത് അവർ പറഞ്ഞുവിടുന്നത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന പോരാട്ട ഭൂമിയിലേക്കാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, ഈ പെരുന്നാൾ ഈദുൽ ഫിത്തർ ആ മർദ്ദിതരോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ പെരുന്നാളാണ്, സൗഹൃദത്തിന്റെ പെരുന്നാളാണ്.
അതുപോലെ തന്നെ കരുതലിന്റെയും ജാഗ്രതയുടെയും പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തും ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പെരുന്നാൾ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഈ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും നുകർന്ന് എല്ലാ അമലുകളും സ്വീകരിച്ച അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. നാഥ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ, രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ മനുഷ്യരോട് നീ കരുണ ചെയ്യണേ തമ്പുരാനെ. നിരപരാധികളായി ജയിലിലടക്കപ്പെട്ട നിരവധി സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഉമ്മമാരുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് മക്കളുണ്ട്. പടച്ചവനെ, അവർക്ക് നല്ല എല്ലാ അർത്ഥത്തിലുള്ള ഇച്ഛാശക്തി നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊരുതുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന, വിശ്വാസത്തിന് വേണ്ടി പൊരുതുന്ന സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وقعودنا وتضرعنا وتخشعنا وتعبدنا وتمن تقصيرنا يا الله يا رب العالمين. اللهم احينا على الإيمان وتوفنا على الإسلام. اللهم وارزقنا توبة قبل الموت وشهادة عند الموت وتثبيتا عند السؤال وسلامة على الصراط وعفوا عند الحساب ورحمة تدخلنا بها جنتك يا رب العالمين. اللهم إني أعوذ بك من العجز والكسل والجبن والبغل والغرم والقسوة والغفلة والعيلة والذلة والمسكنة يا رب العالمين. اللهم إني أعوذ بك من علم لا ينفع وقلب لا يخشع ودعاء لا يسمع ونفس لا تشبع. اللهم حرر الفلسطين، اللهم حرر فلسطين والمسجد الأقصى من كيد المعتدين يا رب العالمين. اللهم داوي جرحاهم واشف مرضاهم وتقبل موتاهم يا رب العالمين. اللهم ارزق أهل فلسطين الثبات والنصر والتمكين يا رب العالمين. اللهم اغفر أهل فلسطين والمسجد الأقصى من كيد الظالمين وأيدهم بنصرك وقوتك يا رب العالمين. اللهم كن لهم عونا ونصيرا يا رب العالمين. اللهم دمر أعداءك أعداء الدين. يا اللهم دمر أعداءك وأعداء الدين. اللهم شتت شملهم، اللهم فرق جمعهم، اللهم اجعل الدائرة عليهم يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.